ഇപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗ് സൈറ്റ് പ്രൊവൈഡ് ചെയ്ത കൺട്രോൾ പാനൽ വഴിയിൽ ഫയൽ മാനേജർ ഉപയോഗിച്ചിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് ഈ രീതിയിൽ ലോഗിൻ ഒന്നും ചെയ്യാതെ നമുക്കൊരു FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പിന് ഒബ്റ്റെയിൻ ദ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും വെബ് സെർവറിൽ ആ സ്പേസിലേക്ക് നമുക്ക് ഈ ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ വേണം. File uploading to a server through FTP requires a special software. Most computer systems do not come with FTP client, so you will not download from internet. നമ്മുടെ സിസ്റ്റത്തിൽ ഒന്നും ഡിഫോൾട്ട് ആയിട്ട് FTP സോഫ്റ്റ്വെയർ കാണത്തില്ല, മെയിനായിട്ട് വിൻഡോസ് സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മളൊരു FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഫയർസില്ല ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതാണ്. അതുകൂടാതെ പെയ്ഡ് വേർഷൻ അല്ല Qt FTP ഉണ്ട്, ട്രാൻസ്മിറ്റ് ഉണ്ട്, ഫെച്ച് തുടങ്ങിയവ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആണ്. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫയൽസില്ല വഴിയാണ്. പിന്നെ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇനി സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ FTP അതുമായിട്ട് കണക്ട് ചെയ്യണം. ഓൾ ദി FTP ക്ലയൻറ്റ്സ് നീഡ് ടു ഫോളോ ഇൻഫർമേഷൻ. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഫസ്റ്റ് യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ പാനലിൽ ഉള്ള യൂസർ നെയിം. അതായത് നമുക്ക് ഒരു FTP ക്ലയൻറ്റ് ആയിട്ട് നമുക്കൊരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഹോസ്റ്റിംഗ് സൈറ്റുകളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്കൊരു യൂസർ നെയിം FTP യൂസർ നെയിം തരും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്വേഡ്. ഇവയെല്ലാം നമ്മുടെ ആ ഒരു സ്പേസ് വാങ്ങിക്കുമ്പോൾ ആ ഹോസ്റ്റിംഗ് സൈറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അഡ്രസ്സ് നമ്മുടെ വെബ് അഡ്രസ്സ് അല്ലെങ്കിൽ FTP.username നമ്മുടെ ഡൊമൈൻ നെയിം .com ആണ് മിക്ക പ്രാവശ്യം അതിൻ്റെ അഡ്രസ്സ് വരുന്നത്. പിന്നെ എല്ലാം നമ്മുടെ ഡൊമൈൻ നെയിം. പിന്നെ പോർട്ട്, മെയിനായിട്ട് ഡിഫോൾട്ടായിട്ട് 21 എന്ന പോർട്ടാണ് FTPക്ക് യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഇതിൽ ഓപ്പൺ പബ്ലിക് HTML ഡയറക്ടറി ആൻഡ് അപ്ലോഡ് യുവർ ഫയൽ. അടുത്ത സ്റ്റെപ്പാണ് ഓപ്പൺ ദ പബ്ലിക് HTML ഡയറക്ടറിയിലാണ് നമ്മുടെ ഫയൽസ് ഒക്കെ കിടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ ഫയൽ മാനേജർ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് പബ്ലിക് സോഫ്റ്റ്വെയർ. ഇഫ് യു ഹാവ് മോർ ദാൻ വൺ ഡൊമൈൻ ഹോസ്റ്റഡ് ഇൻ യുവർ അക്കൗണ്ട് യു ഫസ്റ്റ് എൻ്റർ ദ ഡൊമൈൻ ഡയറക്ടറി. അപ്പോൾ ഒന്നിക്കൂടി ഡൊമൈൻസ് നമ്മൾ ക്രിയേറ്റ് ഉണ്ടെങ്കിൽ /ഡൊമൈൻ ഡയറക്ടറി അതിനകത്ത് ആ ഓരോ ഡൊമൈനിൻ്റെ ഉള്ള പബ്ലിക് HTML ഡയറക്ടറിയിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ട അപ്ലോഡ് ചെയ്യാനുള്ള ഫോൾഡറൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഫയലിൽ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ പല ഈ പറഞ്ഞ ക്ലയൻറ്റ് സോഫ്റ്റ്വെയറും ഡിഫറെൻറ്റ് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റേതായ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികൾ മനസ്സിലാകും. മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ വേണം. സെക്കൻഡ് അതിൻ്റെ അകത്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണം. അതിനുശേഷം അപ്പോൾ അത് പാസ്വേഡ് കണക്റ്റ് ആകുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടും. അപ്പോൾ കണക്ഷൻ വെച്ചിട്ട് നമുക്കിത് അതിൻ്റെ അകത്ത് HTML ഡയറക്ടർ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ അകത്തുകൊണ്ട് ഫയൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഫയൽസില്ല എന്നുള്ള ആപ്പ് സോഫ്റ്റ്വെയർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഹോസ്റ്റായിട്ട് shamkumarks.in എനിക്ക് ഇതിൻ്റെ ഒരു യൂസർ നെയിം കൊടുത്തിട്ടുണ്ട് FTPയുടെ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുത്തു. ഞാൻ അതിനുശേഷം ക്വിക്ക് കണക്റ്റ് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു സെർവറുമായിട്ടൊരു ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഭാഗം എൻ്റെ സിസ്റ്റവും ഇതെന്ന് പറയുന്നത് എൻ്റെ റിമോട്ടായിട്ടുള്ള ആ ഒരു സൈറ്റ് സ്പേസിൽ ഉള്ള കാര്യങ്ങളാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോൾഡറുകളിൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു ഇതിൽ റൂട്ട് ഡയറക്ടറിയിലുള്ള ഫോൾഡറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നേരിട്ട് ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് നേരിട്ട് ആ ഹോം HTML ഇതിലേക്കാണ് ഡയറക്റ്റായിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണുന്നത്. അതല്ല എങ്കിൽ വേറെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പബ്ലിക് HTML സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഫയൽസ് ഉണ്ട്. നമുക്കൊരു ഫയൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. നമ്മളുള്ള ഓൾറെഡി സാമ്പിളുണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആ ഒരു ഹോസ്റ്റിംഗ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡ് ആകും. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിൽ എനിക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യണം. ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മുടെ sample.html ഫയൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. പുതിയൊരു sample.html ഫയൽ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരെ എൻ്റെ മെഷീനിൽ ഡെസ്ക്ടോപ്പിലേക്ക് പോവുകയാണ്. എൻ്റെ ഡെസ്ക്ടോപ്പ് എടുത്തു. ആ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ sample.html എന്നുള്ളൊരു ഫയൽ ഡെസ്ക്ടോപ്പിൽ നമുക്ക് താഴെ നോക്കി നിന്ന് നമ്മുടെ sample.html ഫയൽ കാണാം. sample.html ഫയൽ എടുത്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തു, അപ്ലോഡ്. ഫയൽ അപ്ലോഡ് ചെയ്തു. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ sample.html എത്തിയിട്ടുണ്ട്. നമുക്കിത് ഇനിയിപ്പോൾ ഇത് അപ്പായോ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴത്തെ പുതിയ sample.html കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ ലെക്ചർ
ഈ ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. SYAM KUMA sample.html. അപ്പോൾ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ട്.